ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ കോവയ്ക്ക ഫ്രൈ ആണ് കേട്ടോ. ഇതിങ്ങനെ ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ്. ഈ കോവയ്ക്ക ഇഷ്ടമില്ലാത്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലൊന്ന് ഫ്രൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ എന്തായാലും കഴിച്ചിരിക്കും. അതുപോലെ കുട്ടികൾക്കാണെങ്കിലും നന്നായിട്ട് ഇഷ്ടപ്പെടും. പ്ലേറ്റ് കാലിയാവുന്നത് അറിയേയില്ല. അപ്പോൾ നമുക്ക് കുറച്ച് കോവയ്ക്ക എടുത്ത് ഇതുപോലെ കഴുകി വൃത്തിയാക്കി ചെറിയ പീസായിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം. ഇത് റൗണ്ടിലോ ഓവൽ ഷേപ്പിലോ നീളത്തിലോ എങ്ങനെ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അതിനുശേഷം ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം. അപ്പോൾ 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഉപ്പ്, 1 ടീസ്പൂൺ അരിപ്പൊടി, 1/4 ടീസ്പൂൺ കായപ്പൊടി, കുറച്ച് കറിവേപ്പില. ഇത്രയും ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കിയ ശേഷം ഒരു 10 മിനിറ്റ് നേരം നമുക്കതൊന്ന് അടച്ച് വെച്ചിട്ട് മാറ്റി വയ്ക്കാം. ഈ പൊടികളൊക്കെ ഇതിലൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. അതിന് ശേഷം നമുക്കൊരു പാൻ വെച്ച് ചൂടായി കഴിയുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ ഇത് കുറച്ച് കുറച്ചായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതിലേക്ക് ഇങ്ങനെ കട്ട കുത്താതെ ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ മാറ്റിയിട്ട് കൊടുത്ത് നമുക്കത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഒരു സൈഡായി കഴിഞ്ഞാൽ ഡീപ്പ് ഫ്രൈ ആണ് ചെയ്യുന്നത്. ഒരു സൈഡായി കഴിഞ്ഞാൽ അപ്പുറത്തേക്ക് മറിച്ചിടുക. എന്നിട്ട് നമുക്കത് വറുത്തെടുക്കാം. ഇതിൽ കായം പൊടിയൊക്കെ ചേർത്തുകൊണ്ട് തന്നെ നല്ല മണവും നല്ല ടേസ്റ്റും കേട്ടോ. കഴിക്കാനും അതെ നല്ല നമ്മൾ ഈ എരിയുള്ള ചിപ്സൊക്കെ കഴിക്കില്ലേ, വറുത്ത സാധനങ്ങളൊക്കെ അതൊക്കെ കഴിക്കുന്ന അതേ ടേസ്റ്റാണ്. കോവയ്ക്കാണെന്ന് പറയുകയില്ല, അത്രയ്ക്ക് രുചിയാണ്. അപ്പോൾ എല്ലാം ഇതുപോലെ നമുക്ക് ഓരോ സെറ്റായിട്ടിട്ട് ഇതുപോലെ വറുത്തെടുക്കാം. ഇവിടെ ഒരു പ്ലേറ്റ് ആയപ്പോഴേ അത് കാലി കേട്ടോ. ഇനി ഇതാ ഇത്രയേ ഉള്ളൂ. എന്തായാലും പറയാതിരിക്കാൻ വയ്യ, അത്രയും ടേസ്റ്റാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റ ബൈ ബൈ.